ഈശ്വര, കീലേരി. അതേടാ, കീലേരി തന്നെ. ഞാൻ തിരിച്ചു വരില്ലെന്ന് വിചാരിച്ചോ? എല്ലാത്തിനെയും കുത്തും ഞാൻ. 4 മാസമായിട്ട് ഈ കത്തിക്ക് റെസ്റ്റാണ്. ഇനി ആ റെസ്റ്റ് കൊടുക്കൂല. നേരത്തെ കുത്തും ഞാൻ. ഓടാ. എടാ, എനിക്കെതിരായി സാക്ഷി പറഞ്ഞ തെണ്ടിയുടെ കുടലെടുക്കാൻ വേണ്ടി വന്നാണ് ഞാൻ. ആഹാ, എടാ പട്ടാളത്ത് പോയി പൊളിച്ച് അനന്താ ധൈര്യം പുറത്തിറങ്ങടാ. തെറ്റ് ഇന്ന് എന്റെ അവസാനമായിരിക്കും. എന്റെ ശത്രുവിനെ ഞാനൊന്ന് കുത്തിപ്പോയത് വലിയ തെറ്റായി പോയല്ലേ. എടാ, എനിക്കെതിരായി സാക്ഷി പറഞ്ഞ നിന്നെ ഞാൻ ജീവിക്കാൻ വിടുന്നു വിചാരിച്ചോ? ഇറങ്ങടാ പട്ടി. അച്ചു വന്നിട്ടുണ്ട്. വരാൻ പറയും. മോനെ കീലേരി അച്ചു. എവിടെ എവിടെ എവിടെ? എടാ, പെണ്ണുങ്ങളെ പോലെ അകത്തൊളിച്ചിരിക്കാതെ ധൈര്യമായിട്ട് ആണുങ്ങളെ പോലെ പുറത്തിറങ്ങിപ്പാടായപ്പാ. നിക്കവിടെ. ഓടിക്കോ ഓടിക്കോ, കീലേരി കീലേരി. നീ എത്ര കാലം ഓടടാ? ഇതാ എല്ലാരോടായിട്ട് പറയാണ്, എന്നെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം. കത്തിക്കുത്തി കീലേരി അച്ഛന് പുത്തരിയല്ല. എന്നോട് കളിക്കാൻ ധൈര്യമുള്ളവരുടെ ഇറങ്ങി വാടാ. അയ്യോ, എന്റെ മോനെ ഒന്നും ചെയ്യല്ല അച്ചു. എന്റെ അനന്തനെ ഒന്നും ചെയ്യല്ലേ. ഒന്നും ചെയ്യൂല, കുത്തി കുടലെടുക്കുള്ളൂ കേട്ടാ. അയ്യോ സാറല്ലേ, സാറില്ലേ, ശരി സാറല്ലേ, വാതിലോർക്കടി. അച്ചോട്ടനാണ് കീലേരി. ഇവിടെ സരളെങ്കിലും താമസമില്ല. ഇതുവരെ രാത്രിയിലെ ശല്യം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പട്ടാ പകലുമായി. പുറത്ത് ബോർഡ് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? വായിക്കാൻ അറിഞ്ഞൂടെ? നീ ആരാണ് തണ്ടി? ഞാൻ പറയടാ. ഞാൻ സരള എനിക്കറിയില്ല. സരള ചേച്ചിയെ ഞാൻ കണ്ടിട്ടില്ല. നീയൊക്കെ കൂടി അവളെ ഇവിടുന്ന് കാര്യം അയച്ചോ? അല്ല. എന്താടാ നിന്റെ ജോലി? ഞാൻ മാജിക്. മാജിക്കോ? നേരാവണ്ണം വല്ല ജോലിയും ചെയ്ത് ജീവിച്ചോണം. കുത്തി കുടലെടുത്തളയും ഞാൻ. കൊല്ലും കൊലയും കീലേരിക്ക് പുത്തരിയല്ലടാ. ടാസ്ക്. പ്രൊഫസർ പേടിച്ചു പോയി. ഒരുത്തനെ കുത്തി ജയിലിൽ പോയതാ. കുറെ കാലം അകത്തായിരുന്നോണ്ട് ഇവിടെ ഒരു ഇത്തിരി സമാധാനം ഉണ്ടായിരുന്നു. പുറത്തിറങ്ങി പിന്നെയും തുടങ്ങി. ഈ കോളനിയിൽ കീലേരി അച്ചുവിനോട് നേർക്ക് നേരെ മുട്ടാൻ ധൈര്യമുള്ളതുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരും വെല്ലുവിളിക്കാണ്. എന്നോട് കളിക്കാൻ ഏതവനെങ്കിലും നട്ടല്ലുള്ളതുണ്ടെങ്കിൽ ഇറങ്ങി വാ. കീലേരി അച്ചു ആരാന്ന് കാണിച്ചു തരാം. എടാ പട്ടാളം, ഇറങ്ങി വാടാ. ഒരുത്തനുള്ളല്ലേ, നട്ടലുള്ള ഒരുത്തനുള്ളല്ലേ. അച്ചുവാട്ടിനിപ്പോ പോണ്. നിക്കണവിടെ ദ്രോഹി, നിക്കണവിടെ. നിന്നെ കൊല്ലും ഞാൻ. നിക്കാനാ പറഞ്ഞ് അവിടെ നിൽക്കാൻ. ഞാനൊന്നും ചെയ്തിട്ടില്ല. ചെയ്യാത്ത എന്നെ നീ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. കൊല്ലും ഞാൻ നിന്നെ. അവിടെ നിൽക്കാൻ. അയ്യോ, എന്നെ കൊല്ലുന്നേ, എന്നെ കൊല്ലുന്നേ, എന്നെ രക്ഷിക്കണേ. അയ്യോ അയ്യോ അയ്യോ, നമ്മുടെ മായാവില്ലേത്. എന്നെ രക്ഷിക്കണേ, എന്നെ കൊല്ലുന്നേ. അവൻ തന്നെ കൊലപാതകി. അയ്യോ, അവനെ കൊല്ലിക്കാൻ. അയ്യോ, അടിക്കരുത് അടിക്കരുത്. അയ്യോ അയ്യോ അയ്യോ. ആരാ? വാതിൽ തുറക്കുന്നേ. അയാളെ എല്ലാരും ചേർന്ന് തല്ലിക്കൊന്നാ തോന്നുന്നേ. അയ്യോ, ശ്വാസമുണ്ട്. ഒന്ന് പിടിച്ച മോനെ.
പുറത്തേക്ക് കളഞ്ഞേക്കൂ. അടിപിടി കേസാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്യണം. അല്ല സർ, ഇത് ഇയാള് മുരിങ്ങക്കായ പറിക്കാൻ വേണ്ടി മുരിങ്ങ മരത്ത് കയറിയപ്പോ കൊമ്പ് പൊട്ടി വീണു, അങ്ങനെയാണ്. ദേഹത്തൊക്കെ ഞെരിച്ചതിന്റെയും നഖം കൊണ്ടതിന്റെ ഒക്കെ പാടുകൾ കാണുന്നുണ്ടല്ലോ. അത് ഈ രക്തോട്ടം കിട്ടാൻ വേണ്ടി ബോധം കെട്ട് പോയേ വീണപ്പോ. അതുകൊണ്ട് ഞങ്ങൾ ദേഹത്ത് ഞെരിക്കുക മാന്തൊക്കെ ചെയ്തതാണ്. ആ അതിന്റെ പാടാ. എന്താ അയാളുടെ പേര്? പേര് രാഘവൻ നമ്പ്യാർ. വയസ്സ്? വയസ്സ് 40. അയ്യോ, ഇതിപ്പോ തന്നെ വാങ്ങിച്ചോളൂ. ഓ. ചേട്ടാ, അപ്പൊ ഡോക്ടറെ വിട്. എന്റെ കാശൊന്നുമില്ല. അങ്ങനെ പറയരുത് ചേട്ടാ, രക്ഷിക്കണം. ഡോക്ടർ പറഞ്ഞിട്ടാ. എനിക്കെന്റെ കൈ പൊക്കാൻ പറ്റിയ തന്നെ ഞാൻ ആദ്യം കൊല്ലും. ആദ്യം കൈ പൊങ്ങട്ടെ സുഹൃത്തെ. തെണ്ടികള്. എടോ, തന്റെ പോക്കറ്റൊന്നും ഞാൻ അടിച്ചില്ലല്ലോ. എന്റെ പോക്കറ്റിൽ വല്ല ഉണ്ടെങ്കിലല്ലേ താൻ അടിക്കൂ. തല്ലിയവരുടെ കയ്യിൽ നിന്നൊക്കെ 1 രൂപയും 2 രൂപയും വെച്ച് പിരിവെടുത്തിട്ടാ തനിക്ക് വേണ്ട മരുന്ന് വാങ്ങിയത്. ഓ, വലിയ ത്യാഗികള്. എടോ, ഈ നാട്ടില് കോടീശ്വരന്മാരായ കള്ളക്കടത്തുകാരുണ്ട്. താൻ എത്ര വലിയ ആദർശവാദിയാണെങ്കിലേ അവന്മാരെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കടോ. ആ കോടീശ്വരന്മാർ എന്റെ മുറി കയറി വിളിച്ചിരുന്നാൽ ഞാൻ പിടിപ്പിക്കും. ആ, ആ, ചക്കൂറ്റി പോലുള്ള ഒരു തടിയും കൈയും കാലും ഒക്കെ ഉണ്ടല്ലോ. നാണമില്ലാതെ എന്തിനു മറ്റുള്ളവന്റെ കീശ തപ്പണം? അധ്വാനിച്ച് ജീവിച്ചൂടെ? ഇടിച്ച. അയ്യോ, എടോ, മേലനങ്ങാതെ കിടന്നാ പെട്ടെന്ന് എണീക്കാം. താൻ എവിടുത്തുകാരനാ? എവിടത്തുകാരനെങ്കിലും ആവട്ടെ, എനിക്ക് വിശന്നിട്ട് വയ്യേ. ദഹനക്രിയ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അയ്യോ, അതേ ബണ്ണും പഴവും പിന്നാലെ പോലീസും ഉണ്ടോടോ. കഴിച്ചോളൂ. എന്താടോ തന്റെ പേര്? എന്തിനാ? ചുമ്മാ പറ. രാജു. കൊറേ കാലായോ രാജു ഈ പണിയിൽ ഏർപ്പെട്ടിട്ട്? എന്റെ ഇഷ്ടം ആദ്യമായിട്ടൊരു ശ്രമം നടത്തിയതാ, വിശന്നിട്ട്. ഒരു എരപ്പാളി ഒരു പണിയും തരുന്നില്ലെന്ന് വെച്ചാ പൈപ്പുള്ള എത്രയെന്ന് വെച്ചാ കുടിക്കുക. തനിക്കെന്തേ ജോലി? എന്ത് ജോലി? കുറച്ച് മാജിക് അറിയാം. വല്ലപ്പോഴും ഒരു പരിപാടി കിട്ടിയാലായി. എന്നാലും ഞാൻ അന്തസ്സായിട്ടാ ജീവിക്കുന്നത്. തന്റെ വീട് എവിടെയാ? വീട് കുറെ ദൂരെയാ. അവിടെ രക്ഷയൊന്നുമില്ല. അച്ഛൻ മരിച്ചപ്പോ രണ്ടാനമ്മേനെ പുകച്ച് പുറത്തേ അടിച്ചു. ആ, അച്ഛന്റെ 2-3 പിള്ളേരെ പറ്റ സ്ത്രീയാണല്ലോ കരുതി ഞാനും മിണ്ടാതെ പോന്നു. തനിക്ക് തന്തേന്നുള്ളൊന്നുമില്ലേ? ഞങ്ങള് കുടുംബസമേതം ബർമയിലായിരുന്നു. അച്ഛനും അമ്മയും അവിടെ ചായക്കട നടത്തുമായിരുന്നേ. ഒരു ചായക്കട നടത്താൻ ബർമ്മ വരെ പോണോടോ. ചായക്കട നടത്താൻ പോയതല്ല, പല ബിസിനസ്സും നടത്തി പൊളിഞ്ഞ് അവസാനം ചായക്കട ആയതാണ്. അവര് മരിച്ചപ്പോ ചായക്കട വിറ്റ് ഞാൻ സ്വന്തം നാടെന്നും പറഞ്ഞ് ഇങ്ങോട്ട് പോന്നു. ഇവിടെ പന്തം കൊളുത്തിപ്പട. മേജിക്ക് തുടങ്ങിയപ്പോ ബർമയുടെ ഓർമ്മയ്ക്ക് ഞാൻ എന്റെ പേര് പ്രൊഫസർ റംഗൂൺ വാല എന്നാക്കി. ഞാൻ ഒരുമാതിരി നല്ല ഫേമസ് ആണ് കേട്ടോ. ഇവിടെ എക്യുപ്മെന്റ്സ് ഒക്കെ കണ്ടില്ലേ? തന്റെ ശരിക്കുള്ള പേരെന്താ? ബാബു. ഓ, ബന്നെ ഇനിയും വേണം. വേറെ എരിവും പുളിയുള്ള ഒന്നുമില്ലടോ. അത് വല്ല കോഴി ഇറച്ചിയോ ആട്ടിറച്ചിയോ? പിരിവെടുത്ത കാശ് മുഴുവൻ തീർന്നോ? ഇല്ല, കുറച്ചുകൂടെ ഉണ്ട്. എന്നാ പോയി വാങ്ങിച്ചോണ്ട് വാടോ. ഈ പിണ്ണാക്ക് താൻ തന്നെ തിന്നോ.